ഹലോ, ഗുഡ് മോർണിംഗ് ഗെയ്സ്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ മെയിനായിട്ടൊരു സംഭവം നടക്കുന്ന ദിവസമാണ്. കുറേ നാളായിട്ട് അല്ലെങ്കിൽ പലപ്പോഴായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് നടന്നിരുന്നെങ്കിൽ ഇത്രയും ഓടണ്ടല്ലോ എന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിന്നൊരു കാറ് വാങ്ങാൻ പോവുകയാണ്. സെക്കൻഡാണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ലോണും കാര്യങ്ങളൊക്കെ ആയിട്ട് സെക്കൻഡ് വണ്ടിയാണ്. അപ്പോൾ ആ ഒരു വണ്ടി എടുക്കാനുള്ള യാത്രയുടെ സ്റ്റാർട്ടിങ്ങിലാണ് ഞാനും പൊന്നുപ്പം നിൽക്കുന്നത്. പലപ്പോഴും ഇപ്പോൾ അമ്മയെ കൊണ്ടുപോകാനാണെങ്കിലും നമ്മളെ പല കാര്യത്തിനാണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് കാറില്ലാതെ വരുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പോൾ പല കാര്യങ്ങൾക്ക് പല ദിവസങ്ങളിലും ഹോസ്പിറ്റലിൽ പോകാനൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറി നമ്മളൊന്ന് സന്തോഷമായിട്ട് ഞാനും പൊന്നുമൊക്കെ ഇനി എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ ഹാപ്പി ആയിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു സന്ദർഭത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ്. അതിന് മുന്നേ അമ്മയുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അമ്മ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ വഴക്ക് പറയും, അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് സമയത്തെ പറയാൻ പറ്റും. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയുടെ ഫോട്ടോയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞു, മക്കളെ സന്തോഷം, പോയി വാങ്ങിയിട്ട് കാണാം, കൊള്ളാം, നല്ല വണ്ടി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇനി അമ്മയുടെ അടുത്ത് പറഞ്ഞ് അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. നിനക്ക് എന്താണ് വാക്കുകൾ കിട്ടേണ്ടത്? എനിക്ക് ഇപ്പൊ എന്തോന്ന് പറയാ, നമ്മളെ കുറേ നാളത്തെ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വണ്ടി. അതിപ്പോ സെക്കൻഡ് ആവട്ടെ ഫ്രഷ് ആവട്ടെ എന്തോ ആവട്ടെ, ഞങ്ങൾക്ക് ഫ്രഷ് കണക്ക് തന്നെയാണ്, പുതിയ നമുക്ക് പുതിയ വണ്ടി കണക്ക് തന്നെയാണ്. നമ്മളെ കുറേ നാളത്തെ കല്യാണത്തിന് മുമ്പേ ഉള്ള നമ്മളെ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വണ്ടി. എല്ലാവർക്കും കാണും സ്വന്തമായിട്ടൊരു വണ്ടി, വീട്. അപ്പം ചേട്ടൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ചേട്ടൻ സ്വന്തമായിട്ടൊരു കാർ എടുക്കാൻ പോകുന്നത്. ഒരുപാട് പേര് കമന്റിലും ചോദിച്ചിട്ടുണ്ടല്ലേ. ഒരുപാട് പേര് കമന്റ് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് കാറെങ്കിലും എടുത്തുകൂടെ, അമ്മയെ കൊണ്ടുപോകാൻ എപ്പോഴും ഇങ്ങനെ ബാക്കിയുള്ളവരെ കാറ് വാങ്ങിക്കുന്ന. അതെല്ലാം കേട്ടിട്ട് നമ്മളിന്ന് സ്വന്തമായിട്ട് ഒരു വണ്ടി എടുക്കും. ഒരു മാസത്തോളം നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ സ്റ്റാർട്ടിങ് ഒരു വണ്ടി എടുത്ത് നമ്മളെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുന്നെങ്കിൽ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരുപാട് പേര് കളിയാക്കി, കുറ്റപ്പെടുത്തി, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എവിടെ എത്തും, എന്ത് ചെയ്യും, അവർക്കുള്ളൊരു മറുപടിയും കൂടെയാണ് ഇത്. കാരണം എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ് നമ്മൾ സ്വന്തമായിട്ട് കാർ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങള് എന്തായാലും വെച്ച് താമസിപ്പിക്കുന്നില്ല, നല്ല മഴയുണ്ട്. നമ്മളെ അമ്മയടുത്ത് അനുഗ്രഹം പറഞ്ഞ് നേരെ ഇനി അങ്ങോട്ട് പോകണം. അമ്മ കിടന്നുറങ്ങുകയാണ്. വിളിച്ച് അമ്മ എണീക്കാണ്. ഒരു അമ്മയടുത്ത് എന്തൊരു പറയണമെന്ന് അറിഞ്ഞുകൂട്ടാ, ഉള്ള കാര്യം പറയാമല്ലോ. നമ്മളെ സാധാരണക്കാരുടെ നമ്മളെങ്ങനെ പറയും. അമ്മ, ഞാൻ പറഞ്ഞില്ലേ കാറ് മേടിക്കാൻ പോണെന്ന്, പോയിട്ട് വരട്ടാ. അമ്മയ്ക്ക് സന്തോഷം തന്നെയല്ലേ മേടിക്കണത്. അമ്മ വയ്യ, 2-3 ദിവസം കൊണ്ട് കൈയുടെ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് ആള് ക്ഷീണിച്ച്. അപ്പോൾ എന്തായാലും ഞാൻ പോയി വാങ്ങിയിട്ട് വന്നിട്ട് അമ്മയെ കൊണ്ട് പോകണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ പറ്റൂല. ഞാനും പൊന്നും കൂടെ ആയിരിക്കും പോണത്. അമ്മയുടെ ഒരു അനുഗ്രഹം വേണം. ഇങ്ങനെ തരും. പോയിട്ട് വരെ നമ്മൾ അടിച്ചോണ്ട് ഓടി വരാം കേട്ടാ. ചോറൊക്കെ തിന്നിരിക്കണം കേട്ടാ. അമ്മയുടെ അടുത്ത് നിന്നുള്ള അനുഗ്രഹം വാങ്ങി ഇനി അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി എന്തായിരിക്കും പ്രതികരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ട് വന്നിട്ട് അച്ഛനെ കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാവിലെ തന്നെ നെഗറ്റീവ് ആക്കണ്ട. അച്ഛൻ ഞാൻ പോയിട്ട് വരെ, ചെവിയുടെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് അച്ഛൻ കറക്റ്റ് ഒന്നും കേൾക്കൂല. ഒരു 4 മണിയാകുമ്പോൾ വരും കേട്ടാ. ചോറെടുത്ത് കഴിയേട്ടാ. ടാറ്റ. ഞങ്ങളങ്ങനെ കുറേ ഓട്ടവും പേപ്പറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന വീട്ടിലെത്താൻ പറ്റിയത്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഈ വണ്ടി എടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ പകുതി ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചു. ഫ്രൂട്ട് സലാഡ് പൊന്ന് വാങ്ങിയിട്ട് പകുതിയിൽ വെച്ചിട്ട് ഓടുകയാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ നേരെ ഇനി ഞങ്ങളുടെ വണ്ടി കാണാൻ പോവുകയാണ് ഗീസ്. പുള്ളിക്കാരൻ വക്കീലാണ്. അപ്പം സാറ് നല്ല ആളാണ്. അപ്പം എല്ലാ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞങ്ങൾ രണ്ടുപേരും ഇപ്പം വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതോ അവിടെ നിൽക്കുകയാണ്. അപ്പം എന്തായാലും ഞങ്ങൾ വണ്ടി വെളിയിലോട്ട് ഇറക്കി തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് വേഗം ഇറങ്ങണം, വണ്ടി ഒന്ന് കാണണം, അതിനകത്ത് കയറണം. പറയാൻ വയ്യ സന്തോഷത്തിൻ്റെ വിരാവുകൾ. വണ്ടി കാണിക്കണ്ടേ? പിന്നെ കാണിച്ചിരേ. നെല്ലിക്ക. അതെ അതെ, വിരിവിരിക്കണം കയ്യും കാലും. നമ്മളെ കൊറേ നാളത്തെ ആഗ്രഹ സ്വപ്നമില്ല, അപ്പൊ അതിങ്ങനെ
വണ്ടി അവിടെ കിടപ്പുണ്ട് മുമ്പില്. വണ്ടി കാണുമ്പോ എനിക്കൊരു പറയാൻ വാക്കുകളില്ല. കാണാം. നമ്മള് വണ്ടിക്കകത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണല്ലേ. ഭയങ്കര സന്തോഷം. ഒരാളെ കാണിച്ചു തരാം. അവൻ ഇച്ചിരി നാടനാണല്ലേ, പറയാൻ പറ്റൂല, ചിലപ്പോ കടിക്കും. ജെറിയേ കണ്ടോ, ഇറങ്ങിയ ജെറിയേ എന്റെ മോനെ ചക്കര പെണ്ണില്ലേ, ജെറിയില്ലേ, അങ്ങനെ കാണിച്ചൂടാ, ജെറി അങ്ങനെ കാണിച്ചൂടാ. പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മളെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു, അമ്മൂമ്മയുടെ വീട്ടിലുണ്ട് ഇത്. പറിച്ചു തരാം. പറഞ്ഞ നീ കൊടുത്താ സംഭവം കൊള്ളാം. പാലൊന്നും വേണ്ട, ചായ വേണ്ട. കേറാൻറ്റി ചേച്ചി കാണിക്കുന്ന കുഴപ്പമുണ്ടോ? ഇല്ല, അപ്പൊ കുഴപ്പമില്ല. ഹാപ്പി ബർത്ത്ഡേ ബോയ്. ഞങ്ങള് വണ്ടി വാങ്ങുകയാണ്. All the best. താങ്ക് യു സർ. വാങ്ങി ഒന്നും പറയില്ല കേട്ടാ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിരുന്ന ഞങ്ങളുടെ ടാറ്റ പഞ്ച്, സത്യം പറഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഇതിന്റെ പിറകെ ഇങ്ങനെ നടക്കുകയായിരുന്നു ഈ ഒരു വണ്ടി കിട്ടാൻ വേണ്ടി. ഒരുപാട് ആഗ്രഹിച്ച പൊന്നുമാണ്. ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ഇത് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് പറയാം. നമ്മളെ ആഗ്രഹം ഒരുപാട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പലരും പറഞ്ഞിട്ടുണ്ട് അത് നടക്കുമെന്ന്. അതേ കണക്ക് ഞങ്ങളുടെ ലൈഫിലും ഈ ചെറിയൊരല്ല, ഞങ്ങളുടെ വലിയൊരു മോഹം തന്നെയാണെന്ന് പറയാം. ആ ഒരു സംഭവം നടന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെനിക്ക് എന്താണെന്ന് അറിയാൻ വയ്യ. നമ്മൾ ഇങ്ങനെ കാറ് കൊണ്ട് ഞാനും പൊന്നും ഇത്രയും നാള് വരെ നമ്മളെ പാഷൻ ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നത് ഞാനും പൊന്നും നമ്മളിപ്പോൾ കാറിൽ പോകണമെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര വലിയ സന്തോഷം. പലരും നമ്മുടെ അടുത്ത് കമന്റിൽ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊരു കാർ ആവശ്യമുള്ളതല്ലേ. അപ്പൊ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ശരിയാണ്, കാർ ആവശ്യമുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, നമ്മൾ ഇത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു വണ്ടി നമ്മളെ കയ്യിൽ വരുമെന്നൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എല്ലാം ദൈവത്തിന്റെ ഒരു ഇത്. പിന്നെ പൊന്നൂന് എന്താണ് തോന്നുന്നത് വണ്ടി എടുത്തിട്ട്? എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ചേട്ടൻ പറഞ്ഞാൽ ഇത്രയും നാളും നമ്മൾ ആ പാഷൻ ബൈക്കിലാണ് എല്ലായിടത്തും പോയിട്ടുള്ളത്. അപ്പം പെട്ടെന്ന് അതിൽ നിന്ന് ഇതിലേക്ക് ഒരു മാറ്റം വന്നപ്പോഴ് എന്തോ ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സുധചേട്ടൻ പറഞ്ഞവർക്ക് അത്യാവശ്യമായിരുന്നു ഒരു കാറ്. അപ്പൊ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായാലും നമുക്ക് അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോകാനായാലും ഇച്ചിരി ലോങ് പോകാനായാലും ഒക്കെ കാറ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റി, ദൈവം സഹായിച്ച്. എന്റെ എഴുതിൽ നോക്കുമ്പോ ഇത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ്. സ്വന്തമായിട്ടൊരു വണ്ടി എന്ന് പറയുന്നത്. ഇപ്പോഴും തന്നെ ഇന്ന് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല, ജസ്റ്റ് ഒരു ജ്യൂസ് കഴിച്ചു. പിന്നെ നമ്മളെ വണ്ടി വാങ്ങിയ ഓണറിന്റെ വീട്ടിൽ നിന്ന് വടയും പിന്നെ ഒരു ജ്യൂസ്, മാംഗോ ജ്യൂസ്, അത് മാത്രമേ ഞങ്ങൾ ഇതുവരെ കുടി. വിശക്കുന്നില്ല. പൊന്നും ഇടയ്ക്ക് വിശക്കണമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് വിശപ്പോ അങ്ങനെ ഒന്നും തോന്നിയില്ല. സംഭവം ഇത് വാങ്ങി കിട്ടുന്നതിന്റെ ഒരു സന്തോഷം കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഇനി വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ.
ഇത് കഴിഞ്ഞിട്ട് ഇന്ന് അമ്പലത്തിൽ കൊണ്ട് പൂജിക്കാന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ ഇത്രയും സമയം ആയതുകൊണ്ടൊന്നും നടക്കൂല. അത് നമുക്ക് മാറ്റി. കാര്യം ഇങ്ങനെ ഇപ്പം സമയം 5 മണി 4:30 മണി ആവാറായി. പിന്നെയും പോണ നടക്കൂല. നാളെ രാവിലെ ഐശ്വര്യമായിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ പോയി പൂജിച്ച് ഒക്കെ വരാം. പിന്നെ എനിക്ക് ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്ന മണ്ടത്തരാവോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ഒരാൾക്കൊരു മറുപടി കൊടുക്കാണ്ട് ഇതിലൂടെ വീഡിയോയിലൂടെ കൊടുക്കാണ്ട്. അത് കിട്ടേണ്ട ആൾക്ക് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. ബാക്കിയുള്ളവർക്ക് കണക്ട് ആവോ, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ഈ പറയണ മറുപടി അത് കിട്ടേണ്ട ആൾക്ക് എത്തും, ചെന്ന് ആൾക്ക് കത്തും. ഇതെന്നെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ ഇപ്പം എന്ത് പറയുന്നെങ്കിലും വഴക്ക് പറയുന്നെങ്കിലും എല്ലാം അവരുടെ സ്നേഹം കൊണ്ടാണ്. പക്ഷെ ചിലരെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാല് പൊന്നുവിന്റെ തന്നെ ആണെങ്കിൽ റിലേറ്റീവ് ആയിട്ടുള്ള ചിലര് അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അവർക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് കാണുന്നതും പറയുന്നതും ഒക്കെ. ഞങ്ങളെ കല്യാണം വരെ പല സമയത്തും മുടക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി പൊന്നു എന്തോ പറയണമെന്നുണ്ട്. പറഞ്ഞിട്ട് ഞാൻ ഒരു ചെറിയ കഥയാണ് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഞാനും നമ്മളെ മാരേജിന് മുമ്പ് ഞാനും ചേട്ടനും കൂടി, നിങ്ങൾക്കൊക്കെ അറിയാം, അഖിലേട്ടൻ്റെ കല്യാണ വ്ളോഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അഖിലേട്ടന്റെ കല്യാണ സ്ഥലത്ത് വെച്ച് നമ്മളെ മാരേജിന് മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവ് എന്നൊന്നും ആ വ്യക്തിയെ പറയാനാവൂല. റിലേറ്റീവ് എന്ന് പറയുന്നത് തന്നെ എനിക്ക് നാണക്കേട് കുറച്ചിലുമാണ്. അവര് എനിക്ക് അറിയാവുന്ന ഒരു വ്യക്തി, അവര് ഞാൻ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് അന്ന് നമ്മൾ വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു അഖിലേട്ടൻ്റെ കല്യാണത്തിന്റെ. അങ്ങനെ അവരെൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇവന്റെ പിറകെ ക്യാമറയും പിടിച്ച് നടക്കുന്നത് തന്നെ നിന്റെ ജോലി, നിനക്ക് എന്ത് ഉപയോഗമാണ്, നിനക്ക് വേറെ പണിയില്ലേ എന്ന് ആ മണ്ഡപത്തിൽ, ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന എല്ലാവരെയും മുമ്പിൽ വെച്ച് എല്ലാവരും കേക്കച്ചയാണ് അവര് എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇവന്റെ പിറകെ ക്യാമറയും പിടിച്ച് നടന്നത് നിനക്ക് എന്ത് കിട്ടും, നിന്റെ ജീവിതം പോവേയില്ലേ, നിനക്ക് ഉളുപ്പില്ലേ ഇവന്റെ പിറകെ ഇങ്ങനെ ക്യാമറയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ. അവർക്കുള്ള മറുപടിയാണ് അതെ, ഈ ക്യാമറയും പൊക്കി പിടിച്ച് നടന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരാള് വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് കേറിയത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 4 പേരുണ്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ വന്ന് കയറിയ ഒരാളാണ് കല്യാണി, പിന്നെ അടുത്ത വന്ന ആളാണ് ലിയോ, അടുത്താണ് പഞ്ചൂട്ടി. എന്റെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചൂട്ടിയും കൊണ്ട് ഞങ്ങള് നേരെ പോവുകയാണ്. എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ഒരാളിനെ പോയി കാണണം, ആ ആളിനോട് വണ്ടി കൊണ്ട് കാണിക്കണം, അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഞാനങ്ങനെ വണ്ടി പഞ്ച് എടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ നമുക്ക് പഞ്ച് നല്ല വണ്ടിയാണ് പഞ്ച്. അന്ന് എൻ്റെ മനസ്സിൽ ചെറുതായിട്ട് കയറി കൂടിയതാണ് പഞ്ച്. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഞാനും കൂടി ചേട്ടൻ കണ്ടതിന് ശേഷം ഞാനും വന്ന് വണ്ടി കണ്ടപ്പം എനിക്ക് ഒറ്റ നോട്ടത്തിൽ കൊള്ളാം, നല്ല വണ്ടി, ഞാൻ മനസ്സിൽ കണ്ട കളറ്, ഞാൻ സ്വപ്നം കണ്ട പോലത്തെ ഒരു വണ്ടി, നമുക്കത് എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഇനി ഒന്നും നോക്കണ്ട, എന്ത് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് ഒന്നും നോക്കണ്ട, ആരെന്തോ പറയട്ടെ, നമുക്ക് ഈ വണ്ടി മതി, നമുക്ക് പഞ്ചൂട്ടി മതി. അങ്ങനെ ഞങ്ങളെ പഞ്ചൂട്ടിയെ വാങ്ങി ഗൈസ്. ഇപ്പോ സമയം 4:30-5 മണിയായി. ഇത്രയും നേരം നമ്മൾ ഒന്നും തോന്നിയില്ല. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് സ്പെഷ്യൽ മന്തി വാങ്ങിത്തരാം. വിശപ്പോ അങ്ങനെ എനിക്ക് ഒന്നും തോന്നിയില്ല. ഞങ്ങള് വണ്ടി എടുത്തു നേരെ. എനിക്ക് സത്യം പറഞ്ഞ വിശക്കണില്ലേ, ഇടയ്ക്ക് വെച്ച് വെള്ളം തയ്ച്ചു, പിന്നെ വണ്ടി കാണാതിരുന്നിട്ടേ നെഞ്ച് ചെറിയൊരു വേദന മന്തി. പക്ഷെ ആ സാറുണ്ടല്ലോ, കാര്യം പറയട്ടെ, ഇങ്ങനെയൊന്നുമല്ല, നെഞ്ചോദനയൊന്നുമല്ല, ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഇന്നലെ രാത്രി എനിക്ക് 2-3 മണിയറില്ലേ, ചേട്ടൻ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു, ഉരുളുന്നു മറിയുന്നു. ഞാൻ ചോദിക്കുന്നു ആശം പിടിക്കാമോ, എന്നെ അതൊക്കെ സംഭവിക്കില്ല, ചേട്ടനും ഉറങ്ങൂല. ചേട്ടൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല. വണ്ടി വന്ന് കണ്ടതിന് ശേഷം ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സംഭവം എന്തിനാണ് എല്ലാ ദിവസവും ഞാൻ പറയാം. വണ്ടി നമ്മൾ രണ്ടുപേരും നേരിട്ട് വന്ന് കണ്ട് ഒരു ദിവസം കണ്ടിട്ട് പോയിന്റ് അന്ന് ഞാൻ വണ്ടിയിൽ കുറെ ഫോട്ടോസ് എടുത്തായിരുന്നു. അന്ന് രാത്രി മുതൽ ഇതാ ഇന്നലെ വരെ എന്നും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ കിടക്കും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരാളിങ്ങനെ ഫോണിൽ ആ വണ്ടിയുടെ ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്യുന്നു നീക്കുന്നു, സൂം ചെയ്ത് നോക്കും നീക്കുന്നു. അതെ, എന്നും രാത്രി ആ ഫോട്ടോ കണ്ടിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇന്ന് മുതൽ ഇനി ഫോട്ടോ നോക്കണ്ടല്ലോ, വണ്ടി കൈ കിട്ടിയല്ലോ. അതാണ് വണ്ടി. ഞാൻ എന്തോ പെട്ടെന്ന് വണ്ടി കിട്ടിയപ്പോ ഓടിച്ചോണ്ട് പോകുമ്പോഴേ എനിക്ക് നമുക്കും വണ്ടിയോ
അങ്ങനെ ഒരു തോന്നുന്നു. ഇനിയിപ്പോ വീട്ടിൽ ചെന്ന് കാണിക്കണം, പാവ അമ്മയെ കാണിക്കണം, അച്ഛനെ കാണിക്കണം. അമ്മയുടെ അടുത്ത് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ ചിലപ്പോൾ വഴക്ക് പറയും. അച്ഛൻ അങ്ങനെ ഒരാളാണ്. അപ്പൊ അത് കാര്യമാക്കണ്ട, എന്തായാലും അത് കൊണ്ട് കാണിച്ചിട്ട് ഉള്ള ബാക്കി കാര്യങ്ങൾ നോക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഞങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് പോയി വണ്ടി കൊണ്ട് കാണിക്കണം. പുള്ളിക്ക് അറിയില്ല നമ്മുടെ വണ്ടി എടുത്തുന്നോ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. പുള്ളിക്കൊന്ന് കാണിക്കണം, അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേസ്. നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ. താങ്ക് യു. നിങ്ങളെ സപ്പോർട്ട് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയില്ലേ, ആ വ്യക്തിക്കുള്ള മറുപടിയാണ് ഈ വണ്ടി. കുറ്റം പറഞ്ഞവരും നമ്മളെ വീഡിയോ കണ്ട് മുഴുവൻ കണ്ട് കുറ്റം പറയാൻ ആ കമന്റ് ഇടാനുള്ള ഒരു ടൈം കൊടുത്തവർക്കും ഉണ്ട് ഇതിൽ പങ്ക്. അവർക്ക് നമ്മൾ വലിയ താങ്ക്സ് പറയുന്നു. നിങ്ങൾ രണ്ട് നെഗറ്റീവ് ഇടാനായിട്ടാണെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ, കമന്റ് ഇടുന്നുണ്ടല്ലോ, അതിന് കുറ്റം പറയാനാണെങ്കിൽ കൂടി എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ. അത് മാത്രല്ല, ഞാൻ ഒരു ഈ ഇടയ്ക്ക് 2-3 വീഡിയോയിൽ ചേട്ടൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇതിനെക്കാട്ടും നല്ലൊരു പെൺകുട്ടിയെ രാജേഷിന് കിട്ടില്ലായിരുന്നു. പാവം എനിക്ക് കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ടാണ്. വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ട് നോക്കി അപ്പോഴേ വഴക്കാണ്. ഒരു ദിവസം പോലും ഞങ്ങൾ വഴക്കില്ല ഇരിക്കൂല. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കണമെന്ന് പൊന്നുമാണ്. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പോട്ട് ഞാനല്ലേ, കൊച്ചല്ലേ എന്ന് പറഞ്ഞ് എന്നെ സോപ്പിടാൻ വരും. ഞാൻ പിന്നെ സോപ്പിൽ വീഴുന്ന ആളായതുകൊണ്ട് എന്ത് ചെയ്യാ, ഇങ്ങനെ ആയിപ്പോയി. നമുക്കൊന്ന് ഫുഡ് കഴിക്കണം. നല്ല എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. കാരണം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു കുടിച്ചു. കാരണം ചേട്ടൻ രാവിലെ കാപ്പി കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ചേട്ടൻ രാവിലെ കാപ്പി കുടിച്ചു, ഞാൻ കാപ്പി കുടിച്ചില്ലായിരുന്നു. അപ്പൊ എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ ഒന്നും കുടിച്ചിട്ടില്ല. കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ഫുഡ് കഴിക്കണമെന്ന്. അപ്പൊ പൊന്നുവിന്റെ ആഗ്രഹപ്രകാരം ഞങ്ങളിതാ മന്തി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മന്തി മൈക്ക് തരാം. രാവിലെ ഒന്നും കഴിച്ചില്ലേ, മന്തി കഴിക്കാൻ വന്ന സമയം 8 മണിയായി. സത്യം പറയല്ല, നമ്മള് രാവിലെ പുട്ട് വീട്ടിലുണ്ടായിരുന്നു രാവിലെ. അപ്പോഴും ഞാനൊരു കുറച്ച് കഴിച്ചിട്ട് ബാക്കി പൊന്നൂന് കൊടുക്കാന്നൊക്കെ പറഞ്ഞു വെച്ചായിരുന്നു. പൊന്നൂന് അതൊന്നും വേണ്ട. അല്ല, അത് വേണ്ടത്തില്ല. ഞാൻ ഈ കാർ എടുക്കണ എന്റെ എക്സൈറ്റ്മെന്റ് ഇല്ല, ഞാൻ പുട്ടിന്റെ കാര്യം മറന്നുപോയങ്ങ്. അതാണ് സത്യം. ഞങ്ങൾ അങ്ങനെ ആ ഒരു തിരക്ക് ഓട്ടത്തിലൊക്കെ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. പിന്നെ ഇന്ന് വൈകിട്ട് പൊന്ന് പറഞ്ഞ പോലെ എന്തായാലും ഫുഡ് കഴിക്കണം എന്നുള്ളൊരു പ്ലാനിലായതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു മന്തി കഴിക്കാൻ തന്നെ വിചാരിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരട്ടെ. അതെ ഗൈസ്, വെയിറ്റിങ്ങിലാണ്. കാരണം രാവിലെ തൊട്ട് പട്ടിണിയാണ്, അതുകൊണ്ട് വെയിറ്റിങ്ങിലാണ്. ഞങ്ങളെ കൊണ്ട് ഇവിടുത്തെ പയ്യന്മാര് വീഡിയോ റീല് ചെയ്യണോ, അങ്ങനെയാണ് സംഭവം എന്ന് അറിഞ്ഞൂടാ. അഭിനയിക്കാൻ അറിയാത്ത ഞാനും അഭിനയിക്കാൻ അറിയാത്ത പൊന്നും കൂടെ കലക്കാനുള്ള പരിപാടിയാണ്. ഫുഡ് തരുമല്ലോ, കടക്കപ്പുറക്ക് എന്ന് പറയുമോ. എന്തായാലും നോക്കാം. നമ്മുടെ പയ്യന്മാര് കുറച്ചുപേരുണ്ട്, ഇവരാണ് ഇതിന്റെ പരിപാടികൾ. എടാ അമല, എന്തോ പേര്? ആദിത്യ, അവന്റെ അമല്. ഇവർ രണ്ടുപേരും കൂടെയാണ് ഞങ്ങളെ ഇന്ന് കൊല്ലാനായിട്ട് പോകുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാ പരിപാടി ഏകദേശം കഴിഞ്ഞു. നമ്മളെ ഷൂട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. ഇനി എന്താണെന്ന് അറിഞ്ഞൂടാ. പൊന്നുവിന്റെ ഒടുക്കത്തമ്പരിയാണ് കേസ്. ഒടുക്കത്തമ്പരി അതിന് ഇവിടെ നോക്കിയിട്ട് നമ്മള് ഒരു അഭിനയമൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പൊ അവിടെ ഞങ്ങളെ കുറച്ച് പയ്യന്മാര് നേരെ വന്ന് കയറി ചെറിയ റീലൊക്കെ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ച് അങ്ങനെ റീലൊക്കെ ചെയ്തു. പിന്നെ വേണം കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ. രാവിലെ എടുക്കാൻ കഴിക്കായിരുന്നു. ഞങ്ങൾ ഇപ്പതാ ഉച്ചയ്ക്ക് ആദ്യം പൊന്നു പറഞ്ഞൊരു സദ്യ കഴിക്കണമെന്ന് പറഞ്ഞു. ഇപ്പതാ മന്തിയിലെത്തി. മന്തി കഴിക്കാൻ സമയം കിട്ടിയില്ല. അത് ശരിയാണ് കഴിച്ച്. ഞാൻ ആദ്യം വിചാരിച്ചത് ഫോൺ വഴിക്ക് എവിടെന്നെങ്കിലും ഒരു ഊണ് കഴിക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ അറിയുമ്പോൾ 4-5 മണിയായി. പിന്നെ ഊണൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ മന്തിയിലെത്തി. ഒരു കാര്യം മറന്നുപോയാ നീ, നമ്മള് വണ്ടി എടുത്ത് കഴിച്ച് നമ്മൾ സ്വന്തമായിട്ട് ഒരു കാർ എടുത്ത് നമ്മളാ യൂട്യൂബ് തുടങ്ങിയിട്ട് നമ്മളെ ആദ്യത്തെ അച്ചീവ്മെന്റ് ആണത്. അതെ.
മന്തി പറഞ്ഞതിന് മുമ്പ് ആ സാലഡും സാധനങ്ങളും ഒക്കെ തിന്ന് തീർത്തിട്ടിരുന്ന അവർ വരുമ്പോൾ അതെ, അതങ്ങനെയാണ്. അവർ വരണത് വരെ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പം അതിന് മുന്നേ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. സത്യത്തിൽ നല്ല വിശക്കാണ് കൈസ്. വന്നിരുന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ച വന്നിരിക്കുന്നു 5 മിനിറ്റ് കഴിയുന്നു, ഫുഡ് വരുന്നു, കഴിക്കുന്നു. ഇത് വന്നിരുന്നിട്ട് കുറേ സമയമായില്ലേ. അതിനിടയ്ക്ക് ഇത് മന്തി അങ്ങനെ ഇതെന്താണ്? ഇത് അൽഫാം. അത് നിങ്ങൾക്ക് അൽഫാം ചേട്ടന്, പെരി പെരി എനിക്ക്. പെരി പെരിയിൽ ഞാൻ ഓർഡർ ചെയ്തു. പെരി പെരിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അൽഫാം ചേട്ടന് നല്ല ചൂട് റൈസാണ് കേസ്. അതിന്റെ മണ്ടേ കൂടി ഇടാതെ മണ്ടയിലിട്ടാലേ ആ ചിക്കൻ്റെ ഒരു ഭംഗി കഴിക്കുമ്പോൾ കിട്ടും. അങ്ങനെയുണ്ട്. നല്ല ചൂട്. ആദ്യം പെരി പെരിയും അൽഫാമാണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇതെന്താ പറഞ്ഞു? അഫ്ഗാനി സംഭവം. ഇവിടുത്തെ അഫ്ഗാനി സൂപ്പർ സാധനമാണ് കേട്ടോ. നമ്മൾ ബിരിയാണി അല്ല മന്തി എന്ന് പറഞ്ഞ സംഭവം കഴിക്കാൻ വന്നെങ്കിൽ ഇവിടെ വന്ന് തന്നെ കഴിക്കണം. കഴിച്ചോക്കെ അടിപൊളി. സഹറൽ മന്തി തന്നെ വന്ന് കഴിക്കണം അല്ലേ? ലാസ്റ്റ് മന്തിയൊക്കെ തിന്ന് വയറ് വീർത്തിന്. ലാസ്റ്റ് കുനാഫ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണം. ഞാൻ ഇതിനു മുമ്പ് ഈ സാധനം ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. ഇതെന്തിനാന്തോ എനിക്ക് തോന്നുന്നു ഇതൊരു മറ്റേ ഷുഗർ ലൈമെന്ന് ഇതുണ്ടല്ലോ. ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ് സെപ്പറേറ്റ്. ഇല്ല, കുറച്ച് മധുരമേ ഉള്ളൂ സംഭവം. ഞാൻ ഡയറ്റ് ആയിരുന്നു. ഡയറ്റ് ഉള്ളവർക്കൊന്നും ഇതില്ല, ഡയറ്റ് ഇല്ലാത്തവർക്ക് മാത്രമേ ഇതുള്ളൂ. ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കട്ടെ ഗൈസ്. ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് തരാം. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ടൈം അല്ലേ കുനാഫ കഴിക്കണ? പറ. സംഭവം ഫസ്റ്റ് ടൈമാണ് കഴിക്കണത്. ഞാൻ പേര് തന്നെ എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു. എവിടെയോ കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. സംഭവം നല്ല ടേസ്റ്റ്, ഇഷ്ടപ്പെട്ടു. ഇത് 2 എണ്ണം ഓർഡർ ചെയ്യേണ്ടതായിരുന്നല്ലേ, അബദ്ധം പറ്റിപ്പോയി. ഒരു കാര്യം ചേട്ടാ, നീ അതെങ്കിൽ താ, ഞാൻ കഴിക്കാം. ഇനി ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു മേടും അങ്ങനെ എല്ലാം കൂടെ ഒക്കെ ചേർന്നിട്ട് ഒരു പീസ് ആയാലും കൂടെ തന്നെ. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. കരയണത് എനിക്ക് സങ്കടം വരൂല. ഞാനാണ് ഓർഡർ ചെയ്തത്. സാധനം കൊണ്ടല്ലേ. പക്ഷെ ഞാൻ ഇതിന് മുന്നേ വേറെ ഹോട്ടലിൽ നിന്ന് കഴിച്ചല്ലോ. വേറെ എവിടെ നിന്നാ കേസ് ഞാൻ ഇതിന് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അന്ന് കഴിച്ചപ്പോൾ എനിക്ക് ഇത്രയും ടേസ്റ്റ് തോന്നിയില്ല. ഒരുപാട് മധുരം ഇടുന്നുണ്ട്. പക്ഷേ ഗൈസ് ഇത് ആവശ്യത്തിനുള്ള മധുരവും നോർമലി നല്ല സാധനം, നല്ല സോഫ്റ്റ് സാധനം. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് മറ്റേ ഇത് തിന്നപ്പോൾ എനിക്ക് അറിവ് വന്നതേ പശു പാലില്ലേ, ആ ഒരു തന്നെ, ആ ഒരു ഇത്. ചേട്ടൻ ഡയറ്റ് പുള്ളി അടിപൊളിക്കത്. ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് വേണ്ടാന്നായിരുന്നു. അപ്പം മൊത്തം കഴിക്കാൻ തോന്നണം കേട്ടോ. ഞാനിത് കഴിച്ചോട്ടെ. പിന്നെ ഞാൻ കഴിച്ചോട്ടെ. ഞാൻ ഇടപെട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് എനിക്ക് കിട്ടൂല. ഇതിന്റെ അകത്ത് അവർ എന്തൊരു ഫീലിങ്സ് ആണോ അതല്ലേ വെച്ചിരിക്കണം. മിൽക്ക് മെയ്ഡിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. മിൽക്ക് മെയ്ഡിന്റെ അല്ല, എനിക്ക് കറക്റ്റ് എനിക്ക് മറ്റേ നമുക്ക് എനിക്ക് എന്റെ കൈ മതി. നോ സ്പൂൺ. നോ സ്പൂൺ. ഇത് ഹാൻഡ് മെയ്ഡ് ആണ്. ഞങ്ങൾ ബാക്കിയുള്ള വിശേഷം ഇന്നാക്കിയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി വന്നപ്പോൾ 12 മണിയാവും അല്ലേ പൊന്നു? 12 മണി അത്ര നല്ല ലേറ്റായി. അപ്പം പിന്നെ ബാക്കിയുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു സംഭവം. നമ്മൾ ആ സന്തോഷം കൊണ്ടും പിന്നെ ഫുഡ് കഴിച്ചതും എല്ലാം കൂടെയൊക്കെ ആയപ്പോൾ നല്ല ക്ഷീണമായി.
അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഞങ്ങള് നമ്മുടെ പഞ്ചുകുട്ടിയെ അല്ലേ, നമ്മളെ പഞ്ചുകുട്ടിയെ ശാർക്കര കൊണ്ടുവന്ന് പൂജിക്കണം. അതിന്റെ ഒരു ഇതിലായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഇനിയിപ്പം സമയം ഇപ്പം ഏതാണ്ട് 8:30 മണിയായി കഴിഞ്ഞു. ഞങ്ങൾ എണീക്കാൻ വരെ ലേറ്റായി. ഇനിയിപ്പോൾ ഓടിപ്പോയി അമ്പലത്തിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് പൂജിച്ച് ഒരു സന്തോഷമായ ഒരു തുടക്കം നമ്മളെ ലൈഫിൽ ഒരാളും കൂടെ വന്ന്, ഒരാളാണ് എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ഒരാളും കൂടെ വന്നെന്നുള്ള ഒരു രീതിയിൽ ഞങ്ങളത് അമ്പലത്തിലോട്ട് പോവുകയാണ് ഗസ്. ഇതാണ് കേട്ടോ നമ്മളെ വണ്ടിയുടെ ചാവി. ഞാൻ ഇങ്ങനെയൊക്കെ പറയും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ. നമ്മുടെ വണ്ടി ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാണ് വണ്ടിയെ. ഇന്നലത്തെ ഒരു ഇതില് എനിക്ക് പെട്ടെന്നൊന്നും എന്തൊരു പറയണമെന്ന് അറിഞ്ഞില്ലായിരുന്നു. ഇതാണ് നമ്മളെ പഞ്ചുട്ടി. പക്ഷെ വണ്ടി ഇടാൻ മാത്രം സ്ഥലമില്ല. നമ്മളെ വണ്ടി ഇടാൻ നമ്മളെ വീട്ടിൽ എന്തായാലും വണ്ടി ഇറങ്ങില്ല. അപ്പോൾ നമ്മളെ വീട്ടിലെ മേളത്തെ വീടുണ്ടല്ലോ, ആ ചേച്ചിയുടെ ചോദിച്ചിട്ടാണ് അവിടെയാണ് തൽക്കാലം ഇട്ടേക്കുന്നത്. അവർ പറയണത് വരെ അവിടെ ഇടും. അവർ മാറ്റാൻ പറയുമ്പോൾ വേറെ സ്ഥലത്ത് മാറ്റും. നമ്മുടെ വണ്ടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും തൽക്കാലത്തേക്ക് ഇവിടെ ഓക്കെയാണ്. പഞ്ചുട്ടി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കമന്റ് ചെയ്യണം അല്ലേ? അതെ, കമന്റ് ചെയ്യണം. അമ്പലത്തിലോട്ട് എത്താറായി കേട്ടാ. സംഭവം സാറ് രാവിലെ വക്കീല് നമ്മളെ വണ്ടിയില് തന്ന ആള് രാവിലെ വിളിച്ച് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച്. പാവം, നല്ല സഹകരണം, നല്ല ഓക്കെയാണ്. നമ്മളെ വീട്ടിൽ അവരവിടെ വീട്ടിൽ ചെന്നപ്പോഴ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു ഇതല്ലേ അല്ലേ. പക്ഷെ പിന്നെ വേറെ കാര്യം, നമ്മൾ ഈ വക്കീലിന്റെ സിമ്പിൾ ഒട്ടിച്ചുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പല ആൾക്കാരും ഇങ്ങനെ വക്കീലാണോ എന്നൊക്കെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അതൊന്ന് ഇന്ന് തന്നെ അത് സ്റ്റിക്കർ മാറ്റണം. നമ്മൾ അമ്പലത്തിന്റെ ഗേറ്റ് എത്തി. ഇനി അവിടെ ചെന്നിട്ട് പൂജ ചെയ്യാൻ വേണ്ടിട്ട് ഇനി ആ സൈഡിൽ കൂടെ അപ്പുറത്ത് കൊണ്ടുപോകണമെന്ന് തോന്നണം. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളല്ലേ മറ്റേ ആ സൈഡ് ഉണ്ടല്ലോ, മറ്റേ അയ്യപ്പൻ കോവില്, അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരണം, അവിടെയാണ് കൊണ്ടുവരുന്നത്. ഞാൻ ഇന്നവരെ അങ്ങനെ പൂജ ചെയ്യണം. ഞാൻ ആകെ ചാവി പൂജ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ചാവി പൂജയും ചെയ്യണം, നമുക്ക് വണ്ടി പൂജ ചെയ്യണം, മൊത്തച്ചി കർമ്മം ചെയ്യണം. ഒരു സന്തോഷല്ലേ, ഒരു സന്തോഷം, ഒരു ഐശ്വര്യല്ലേ. നമ്മള് ആദ്യമായിട്ടൊരു വണ്ടി എടുത്തിട്ട് അത് പൂജിച്ചൊക്കെ. സംഭവമേ രാവിലെ എനിക്ക് എണീക്കാൻ വയ്യ. എത്ര കഷ്ടപ്പെട്ടെന്ന്. ഇന്ന് രാവിലെ എണീക്കാൻ സാധാരണ എല്ലാ ദിവസവും നീയാണ് വിളിച്ചോണം. സാധാരണ ഇന്നിനിപ്പോ കാറൊക്കെ ഉള്ളോണ്ട് ഞാൻ രാവിലെ എണീച്ച്. കല്യാണം നടക്കണം കേട്ടാ. ഇവിടെ മിക്കപ്പോഴും ശാർക്കര അമ്പലത്തിൽ കല്യാണം കാണും. ഇവിടെ കല്യാണമൊക്കെ നടക്കുന്നുണ്ട്. ഊണും കാണും തോന്നണം. കഴിച്ചിട്ടോ അല്ല, അപ്പുറത്തെ സൈഡിൽ നമ്മളതൊരു കറങ്ങി വന്നപ്പോ ചേട്ടൻ കണ്ട അപ്പുറത്തെ സൈഡിൽ ഒരു കഞ്ഞി കൊടുക്കണത് തന്നെ. അത് അപ്പുറ സൈഡല്ല, അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ തെറ്റിയത്. ഇവിടെ കഞ്ഞി കൊടുക്കുന്നു. അവിടെ മിക്കപ്പോഴും കഞ്ഞി കൊടുക്കും, കഞ്ഞിയും നല്ല കറിയുമായിട്ട്. അപ്പൊ എന്തായാലും ദൈവത്തിനെ നമ്മൾ തൊഴുത് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയിട്ട് വരാം കേസ്. ഞങ്ങൾ ആഗ്രഹിച്ച കണക്ക് ഞങ്ങളെ വണ്ടിയുടെ പൂജ കഴിഞ്ഞു. ഭയങ്കര സന്തോഷം. ഇനിയിപ്പം ഇത് നമ്മള് കുറച്ച് ഫ്രണ്ടിലോട്ട് എടുക്കണമെന്ന് പറഞ്ഞു. വണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഇനി ഇറങ്ങാനുള്ളത്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇറങ്ങിയിട്ട് കാണാം. ഇവിടെ നല്ല തിരക്കുണ്ട്, കല്യാണത്തിൻ്റെയും അങ്ങനെയൊക്കെ ഉള്ള തിരക്കുണ്ട്. അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേസ്. അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ വാഹന പൂജ കഴിഞ്ഞു കേസ്. നമ്മളെ വണ്ടി കൊണ്ട് ചെന്നപ്പോൾ ഒരു മാമ ഉണ്ടായിരുന്നു, ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു മാമൻ. പുള്ളിക്കാരൻ എല്ലാത്തിനും ഓടി നമ്മളെ കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച്. അതുകൊണ്ട് പിന്നെ പാവമല്ലേ, എൻ്റെ അച്ഛൻ്റെ ജോലിയും ലോട്ടറി കച്ചവടമായിരുന്നു. അപ്പൊ പിന്നെ ലോട്ടറി എടുത്ത് അവന് മാമനെ പാവം കൂടെ നിന്ന് മാമനെ പാവം മാമൻ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് ഒരു ചേച്ചി പപ്പടം കൊണ്ടുവന്നു. കൊച്ചു പിള്ളേര് ചേച്ചി ഒരു പപ്പടം എടുക്കോ ഒരെണ്ണം എടുക്കോ. പക്ഷെ എനിക്ക് ഏതിലൊരു ഇത് തോന്നി എന്തിനാണെന്ന് അറിയാമോ? ചേച്ചി പപ്പടം മേടിക്കണതിന് മുന്നേ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ? അച്ഛനൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. പപ്പടം കൊടുത്താൽ ആൾക്കാർ വാങ്ങൂലേ. കുഞ്ഞുങ്ങളെ വെച്ച് ഇങ്ങനെ പപ്പടം ഒന്നും വിൽക്കണേ എനിക്ക് ഓരോരുത്തരും ഇഷ്ടം. കൊച്ചൊന്ന് ചോദിച്ചപ്പോ പിന്നെ നമ്മള് 3 പപ്പടം. ഞാനത് നോക്കുമ്പോ എങ്ങനെയാന്ന് അറിയാമോ?
ഞാൻ എന്ത് ചേച്ചിന്ന് ചോദിച്ചപ്പോഴും നീ സംസാരിക്കണം. ഞാൻ ചേച്ചി വേറെ എന്തോ പറയണമെന്ന്. അപ്പൊ ചേച്ചി പറഞ്ഞതാണ് ഞാൻ ചേച്ചി പറഞ്ഞൊന്നും കേട്ടില്ല സത്യത്തിൽ. അതിന്റെ ഇടയില് വണ്ടി ഫ്രണ്ടിലോട്ട് എടുക്കാൻ പറഞ്ഞ പിന്നെ എന്തോ വീഡിയോ എടുക്കണ്. അതിനിടയിൽ ഞാൻ ചേച്ചി പറഞ്ഞ കേട്ടില്ല. അപ്പോഴാണ് കൊച്ചു പറഞ്ഞു ചേച്ചി ഒരു പപ്പടം എടുക്കോ, ബുക്ക് വാങ്ങിക്കാനാണ്. അത് കേട്ടപ്പോ എനിക്ക് അങ്ങ് വിഷമമായി. അപ്പൊ ഞാൻ 3 പപ്പടം എടുത്തു. അതൊക്കെ അറിഞ്ഞു വളരണ പിള്ളേരാണ്. അറിഞ്ഞു വളരണ പിള്ളേരാണ്. അങ്ങനെയുള്ള പിള്ളേര് രക്ഷപ്പെടും. അവരെ ജീവിക്കാൻ അവരൊരിടത്തും തോക്കൂല, അത്രേ ഉള്ളു. അതെ, നമ്മളൊക്കെ പണ്ട് ചക്ക വിൽക്കാനൊക്കെ പോയി നടന്നത്. നിനക്കാന്ന് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ ഒരു അവസരം എന്റെ വീട്ടില് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നീ അറിഞ്ഞൂടാ. എനിക്ക് വേറൊരു കോമഡി ഉണ്ടായി. സംഭവം എന്തായിരുന്നു അറിയാമോ? ഞാൻ ഇങ്ങനെ അർച്ചന അങ്ങനെയൊന്നും സാധാരണ രീതിയിൽ ഞാൻ ചെയ്യാറില്ല. അപ്പോഴും പൊന്നുമാണ് ഇതിന്റെ മെയിൻ ആശാൻ. അപ്പൊ പൊന്നു ആ സമയത്ത് പായസം വാങ്ങിയ എന്തൊരു പായസമാണ്? ഞാൻ തുറന്നു നോക്കിയില്ല. എന്തിനാ എനിക്ക് തോന്നുന്നു മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ ശർക്കര പൊങ്കാലയാണെന്നോ. പൊങ്കാല ആ പായസം വാങ്ങാൻ പോയ സമയത്ത് തന്നെ അവിടുന്ന് പോറ്റി രാജേഷ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ഞാൻ ഓടിച്ചെന്ന്. ഞാൻ രാജേഷ് ഓടിച്ചെന്നപ്പോഴ് പോറ്റി പറഞ്ഞ് വാഹന പൂജയ്ക്ക് അല്ല അങ്ങനെയല്ല, വാഹന പൂജയ്ക്ക് ഞാൻ അവിടെ വരും കേട്ടോ. ഞാൻ പറഞ്ഞു ഓക്കെ സാർ. അല്ല ഓക്കെ തിരുവേരി. സംഭവം എല്ലാം മംഗളായിട്ട് നടന്നു. ഈ ലോട്ടറി കച്ചവടക്കാരന്റെ മാമന്റെ ഒരു കഥയും കൂടെ ഉണ്ട്, ഞാൻ അത് പറഞ്ഞുതരാം. നമ്മൾ അവിടെ ഇറങ്ങാറായപ്പോഴ് എന്റെ അടുത്ത് പറഞ്ഞു സാറെന്ന് വിളിച്ച്. ചിലപ്പോ സാധാരണ ഞാനാണ് ലോട്ടറി എടുത്തത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു താങ്ക് യു മാഡം. ഞാൻ പറഞ്ഞു മാഡം ഒന്നൊന്നും വിളിക്കണ്ട, കൊച്ചുമോളെ പ്രായമേ ഉള്ളൂ. അപ്പോഴേ സംഭവം ഞാൻ വിചാരിച്ചു പൊതുവെ നമ്മളിങ്ങനെ നിൽക്കുന്ന അപ്പൂമാരും അമ്മമാരൊക്കെ സാറെന്ന് വിളിക്കുക. അവര് കാണുമ്പോഴേ ലോട്ടറി ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് സാറിന്ന് വിളിക്കും. അതാണ് ഞാൻ വിചാരിച്ചു. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു സാർ ഞങ്ങള് സാറിന്റെ അവിടെ ഓഫീസിൽ നിന്നൊക്കെ അവിടെയാണ് വരുന്നത് സാർ. ആറ്റിങ്ങിലല്ലേ സാർ? ഞാൻ പറഞ്ഞ ആറ്റിങ്ങിലാണ്. അപ്പോഴാണ് നീ കത്തിയത്. ഇവിടത്തെ ഒരു വക്കീലിന്റെ പേര് പറഞ്ഞപ്പോഴാണ് നീ കത്തിയത്. അപ്പോഴെനിക്ക് മനസ്സിലായി, ഓ സിമ്പൽ കണ്ടിട്ട് മാമൻ വക്കീൽ എന്ന് വിചാരിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു ആറ്റിങ്ങിലാണ്. അവസരം മുതലാക്കി. സംഭവം ഇതെടുത്ത് കളയണം, എടുത്ത് മാറ്റണില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കും നമ്മളിൽ ആരും ഒരാള് വക്കീലാണെന്ന്. പൊന്നു ഇല്ല, നിങ്ങളെ കണ്ടാലേ പറയും, ചേട്ടനെ കണ്ടാലേ പറയും വക്കീലാണ്. ചേട്ടാ ഓരോ ഡ്രസ് ഇടുമ്പോഴും ഓരോ ലുക്കാണ്. വക്കീല്, ഡോക്ടർ, നമ്മൾ മാത്രം പറയുമല്ലോ. പക്ഷേ വേറെ ആരും പറയില്ല, നമ്മള് തമ്മി പറയും. ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് അടുത്ത ഇനി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അമ്മയെ വണ്ടി കാണിക്കണം, പിന്നെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞങ്ങൾ ഈ വണ്ടി മെയിനായിട്ട് ഉദ്ദേശിച്ച ഒരു കാരണം അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സംഭവം തന്നെയാണ്. അമ്മ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് പറ. അടിപൊളി. നമ്മളെ കാറാണെന്നേ. കൊള്ളാമോ? ആ പറ. ഇഷ്ടപ്പെട്ട വേറെ പോവാനാണ് പാട്. എങ്ങനെയുണ്ട്? ആദ്യം കാറ് നോക്കി. ഇഷ്ടപ്പെട്ട? അമ്മേരെ ഇരട്ടിയുണ്ട് പൊക്കം. അമ്മ ആശുപത്രി പോവാം. ഇനിയിപ്പോ ആശുപത്രി പോവാ കാറ് വെളിയിൽ നിന്ന് വേണ്ട, നമ്മളെ കാറായി. ഞങ്ങള് അമ്മയൊന്ന് വണ്ടിനകത്ത് കയറിയിട്ട് ആദ്യമായിട്ടൊന്ന് വണ്ടിയിൽ കയറ്റും. അമ്മയ്ക്ക് വല്ലതും പറയാനുണ്ടോ അമ്മ? സന്തോഷമായ വണ്ടി എടുത്തില്? സന്തോഷം. ഓക്കെ അല്ലേ? നമ്മൾ സന്തോഷമായി, ഹാപ്പിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോ അല്ലെങ്കിൽ പുതിയ വണ്ടി എടുത്തതിൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഇത്രയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം.